അപ്പൊ നമ്മളെപ്പോഴും തിങ്കളാഴ്ച വ്രതത്തിന് തിങ്കളാഴ്ച എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടത്. തൊട്ട് ബാക്കിലത്തെ ഞായറാഴ്ച ദിവസം നമ്മൾ പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ട് തുടങ്ങണം. തിങ്കളാഴ്ച വ്രതം നോക്കുന്നവർ ഞായറാഴ്ച ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഇതിന് തൊട്ട് മുന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കുന്ന സമയമാണ്. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പൂവൊക്കെ വെച്ച് അലങ്കരിക്കണം. പിന്നെ കൂവളത്തിൻ്റെ മാല ഞാൻ ഇന്നും ഇടും, നാളെയും രാവിലെ ഇത് മാറ്റിയിട്ട് വേറെ ഇടും കേട്ടോ. ഇത് തൽക്കാലം രാത്രിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു ചിട്ട. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് ഇന്ന് തൊട്ടേ നമ്മൾ രാത്രിയിൽ അരിഭക്ഷണമൊക്കെ ഒഴിവാക്കി എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. അതായത് നോൺ വെജ് കഴിക്കാൻ പാടില്ല, അരി ആയിട്ടുള്ള ആഹാരങ്ങളും കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സോ ജ്യൂസോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, ലൈറ്റായിട്ട്. പിന്നെ രാവിലെ എണീറ്റിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഇപ്പം ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ പൂവൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു തട്ടിനകത്ത് വേണം വിളക്ക് വയ്ക്കാൻ. അതിപ്പോൾ സാധാരണ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ വ്രതം എടുക്കുന്ന സമയത്തെ നമ്മൾ ചന്ദനം തൊടാനായിട്ട് പാടില്ല. പിന്നെ ഉപവാസമാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹെവി ഫുഡ് കഴിക്കുക, നോൺ വെജ് കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പാടില്ല കേട്ടോ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ തൽക്കാലം വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഓം നമഃ ശിവായ ഒരു 108 തവണ നമ്മൾ ഉരുവിടണം. അപ്പം അതാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ രുദ്രാക്ഷമാലയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ലൈറ്റ് കളർ ഡ്രസ്സ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഞാനിനി വിളക്ക് കത്തിക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ 5 തിരിയിട്ടിട്ടുള്ള വിളക്കാണ് കത്തിക്കുന്നത് കേട്ടോ. അത് ഞാൻ സാധാരണ വിളക്ക് കത്തിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്തായാലും 5 തിരിയിട്ടിട്ടുള്ള വിളക്ക് കത്തിക്കണം. ഇത് എൻ്റെ രീതിയാണ് കേട്ടോ, ഞാൻ എടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാണ്ട് ഇതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയും ഞാൻ ഫോളോ ചെയ്യാറില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു തരത്തിലും പഴയ പൂക്കളോ അല്ലെങ്കിൽ തിരിയോ കത്തിച്ച തിരിയോ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ കിണ്ടിക്കകത്ത് വെള്ളം വെക്കണം കേട്ടോ, നിറയെ വെള്ളം വെക്കണം കിണ്ടിക്കകത്ത്. ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നാളെ രാവിലെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ വീണ്ടും മാറ്റണം കേട്ടോ. പിന്നെ നമ്മുടെ വിളക്കില്ലേ, ഇതില് 4 ഭാഗത്തും നമ്മൾ മഞ്ഞളും കുങ്കുമവും കൂടി മിക്സ് ചെയ്തിട്ട് തൊടുന്നത് നല്ലതാണ്. മഞ്ഞൾ സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തൊടാം കേട്ടോ. ഞാൻ ദേ അതും കൂടി തൊട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടിഷ്യൂ എടുത്തതാ, ടിഷ്യൂ. പിന്നെ നമ്മൾ ചന്ദനം തൊടാനായിട്ട് പാടില്ല കേട്ടോ. ഭഗവാന് നമുക്ക് ചന്ദനവും കുങ്കുമവും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഭഗവാന് കുത്തി കൊടുക്കുന്നുണ്ട്. കുങ്കുമവും അതുപോലെ തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വിളക്കും കിണ്ടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകി എടുക്കണം കേട്ടോ. അതിനൊന്നും ഒരു മുടക്കും വരുത്തരുതോ. നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പൊ അത് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ വൃത്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യണം കേട്ടോ. ഈ ഒരു കിണ്ടിയില്ലേ, ഇതിലും ഞാൻ ഈ കുങ്കുമം തൊട്ട് കൊടുക്കുന്നുണ്ട്. 4 സൈഡിലായിട്ടാണ് തൊട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അത്രയും കാര്യം കഴിഞ്ഞു. ഇനി ഈ ഒരു കിണ്ടിക്കകത്ത് വെളുത്ത പുഷ്പം ഇടണം. അപ്പൊ ഞാനൊരു വെളുത്ത പുഷ്പം അതിനകത്ത് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ചന്ദനത്തിരി കത്തിച്ച് വെക്കണം കേട്ടോ. ശരിക്കും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴേ നമ്മൾ ഈ ലൈറ്റ് അണച്ചിട്ട് വേണം, ഇങ്ങനെ കെടുത്തിയിട്ട് വേണം നമ്മുടെ വിളക്ക് കത്തിക്കാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ അത് ക്ലിയർ ആവില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ വെളിച്ചിട്ടത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ലൈറ്റ് അണച്ചിട്ടാണ് നമ്മൾ വിളക്കിന്റെ തിരി കത്തിക്കുന്നത് കേട്ടോ. പിന്നെ കർപ്പൂര ആരതിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഓം നമഃ ശിവായ. ഇത് വന്ന് തൊഴുതോ രണ്ടുപേരും. ഇതിനെ വാ.
ഇതിങ്ങനെ കത്തിച്ച് വെക്കരുത് കേട്ടോ. നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇത് കെടുത്താം കേട്ടോ. ഇനി ശിവനെയും പാർവതീനെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഒരു 108 പ്രാവശ്യം ഓം നമ ശിവായ ചൊല്ലുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണം. നമ്മൾ ശിവനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കണം. നമ്മുടെ ഭർത്താവിന് ആയുസ്സും ആരോഗ്യം ഒക്കെ ഉണ്ടാവാനും നമ്മൾ ദീർഘസുമംഗലിയായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതം നോക്കുന്നത്. അപ്പോൾ അത്രയും മനസ്സ് ഉരുകി ദൈവത്തിനെ ഭഗവാനെ വിളിക്കണം കേട്ടോ. പിന്നെ താലിച്ചെയിൻ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അത് ഇടാനായിട്ട് മറക്കരുത്. താലിച്ചെയിൻ കഴുത്തിലുണ്ടായിക്കോട്ടെ. കുങ്കുമം വെച്ചോ, നിങ്ങൾ എങ്ങനെയാണോ സുമംഗലിയായിട്ട് ഇരിക്കുക അതേപോലെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. കുങ്കുമം തൊടുക, താലിച്ചെയിൻ ഇടുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല ശുദ്ധിയോടും വൃത്തിയോടും കൂടിയിട്ട് മനസ്സിൽ ഭഗവാനെ മനസ്സിൽ സമർപ്പിച്ചേക്കണം. മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാന്റെ കാൽക്കൽ വീണ് നമ്മൾ സമർപ്പിച്ചേക്കണം. എന്നിട്ട് വേണം നമ്മൾ ഭഗവാനെ വിളിക്കാനായിട്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ഓം നമ ശിവായ 108 പ്രാവശ്യം ചൊല്ലട്ടെ. അത്രേ ഇന്നത്തെ ദിവസം ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് കുറച്ച് നേരം വിളക്ക് കത്തിച്ചിട്ട് നമുക്കത് തിരി താഴ്ത്തി കിടത്താം കേട്ടോ. പിന്നെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നോൺ വെജ് ഒഴിവാക്കണം. ഇറച്ചി, മാംസം, മത്സ്യം ഇങ്ങനത്തെ ഒന്നും കഴിക്കരുത്. റൈസ് വിഭവം കഴിക്കരുത്. എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. അല്ലെങ്കിൽ റൈസ്, അതായത് അരി ആഹാരം അല്ലാത്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഹെവി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഓം നമ ശിവായ ചൊല്ലട്ടെ. ഓം നമ ശിവായ. നാമങ്ങളെല്ലാം ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡിന്നറിന് ഒരു ജ്യൂസോ മറ്റോ എന്താണ് കുടിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസമാണ് ഇനിയിപ്പോൾ ഇത് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ട്. ആ സമയത്ത് എണീറ്റാലാണ് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടാനുള്ള സമയം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ നല്ല സ്പീഡുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോ. ഞാൻ എന്തായാലും എണീറ്റ് ബ്രഷ് ചെയ്ത് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കുളിച്ചതിന് ശേഷം വന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ പൂവും തലേദിവസത്തെ തിരിയും വെള്ളവും അടക്കം എല്ലാം എടുത്ത് മാറ്റി എല്ലാം പുതിയതാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറിയ കിണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് നിവേദ്യം അർപ്പിക്കണ കാരണം കൊണ്ട് ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്. അതൊരു പടലയായിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ 1-2 ആയാലും വെച്ചാൽ മതി. നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇനി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരിക. ഒരു പൂവോ അല്ലെങ്കിൽ ഒരു തുളസിയുടെ കതിരോ വെച്ചിട്ട് നമുക്കിവിടെ മുഴുവൻ തെളിച്ച് ശുദ്ധി വരുത്തുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളക്കിലും കിണ്ടിയിലൊക്കെ നമുക്ക് മഞ്ഞളും കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാണ് കേട്ടോ. 5 തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. പാലെടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിവേദ്യമായിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ പഴം കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ നിവേദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചന്ദനത്തിരി കത്തിക്കാം. ധൂപദീപ ആരതികൾ എടുക്കണം എന്നാണ് പറയുക. അതായത് ചന്ദനത്തിരി കൊണ്ടും പിന്നെ നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ടും ആരതി എടുക്കണം കേട്ടോ. ആരതി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കിടത്തി വെക്കാം കേട്ടോ. നമ്മൾ ഈ വ്രതം എടുക്കുന്നത് നമ്മൾ ദീർഘസുമംഗലികളായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാ കൊണ്ടും ഗുണമുണ്ടാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അത് എല്ലാ തിങ്കളാഴ്ചയും പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അത് ഒഴിവാക്കുക. അത് കറക്റ്റ് 10 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ആ തിങ്കളാഴ്ച വ്രതം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ 7 ദിവസം 8 ദിവസം 8 പൊക്കം പോകും എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ 10 ദിവസത്തെ ഒരു ഗ്യാപ്പ് പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ശിവൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ അങ്ങനെ കളിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. നല്ല എന്ത് കാര്യം നമുക്ക് ചിലപ്പോൾ പരിമിതികളുണ്ടായിരിക്കും, നമുക്ക് കുറവുകളുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഭക്തിയോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ആ ഒരു പ്രാർത്ഥന കേൾക്കും. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ എടുക്കുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പരിമിതികൾ, നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരില്ല, അവർക്ക് എടുക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന പോലെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇപ്പോൾ 2 നേരം അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറയും. അതൊക്കെ അവർക്ക് പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. എന്ന് കരുതി എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല.
പിന്നെ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമല്ല, കല്യാണം കഴിയാൻ പോകുന്നവർക്കും എടുക്കാൻ പറ്റും. നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല സ്വഭാവവും നല്ല ഒരു എന്താ പറയുക, നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾക്ക് ചെറിയ കലഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭർത്താക്കന്മാരായിട്ടൊക്കെ ഉണ്ടാവില്ല, അപ്പം നമുക്കൊരു ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എടുക്കാം. വലിയ വഴക്കുകളും കാര്യങ്ങളും തമ്മിൽ തമ്മിൽ വാക്തർക്കം ഇതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമായിരിക്കില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ച് പോകുന്നുണ്ടാവായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ എടുക്കാം. അതൊക്കെ ഒന്ന് മാറി നിൽക്കാനും ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ വ്രതം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു, നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഓം നമഃ ശിവായ 108 പ്രാവശ്യം ചൊല്ലുക. പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് അതിനൊരു 108 പ്രാവശ്യം ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓം ശ്രീ ശിവ ശിവശക്തൈക്യ രൂപിണി ലളിതാംബികായേ നമ. ഇതൊരു 108 തവണ ചൊല്ലുക. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ചൊല്ലേണ്ട മന്ത്രം ഇതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 108 പ്രാവശ്യം ഓം നമഃ ശിവായ ചൊല്ലുക. അല്ലാന്നുണ്ടെങ്കിൽ ശിവന്റെ അഷ്ടോത്തര നാമാവലി ഉണ്ടല്ലോ, അത് നമുക്ക് ചൊല്ലാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾക്ക് അറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥന മന്ത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ചൊല്ലാം. സ്തുതികൾ നമുക്കറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തും ശിവനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണം, ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുക. പറ്റുന്നവർ ചെയ്യാം, നിർബന്ധമല്ല. ഞാൻ പോകുന്നുണ്ട്, നമുക്കിവിടെ ശിവന്റെ അമ്പലം അടുത്തുള്ള കാരണം കൊണ്ട് എനിക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പം എല്ലാവർക്കും അത് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ നമ്മൾ നമ്മുടെ പൂജാ റൂമിനകത്ത് ചെയ്യുക. പിന്നെ എപ്പോഴും ശിവന്റെയും പാർവതിയുടെയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയോ വിഗ്രഹമോ എന്താണെങ്കിലും അതിന് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം അത്രയൊക്കെ നോക്കുക. പിന്നെ രാവിലെ ഭക്ഷണം ഞാൻ കഴിക്കില്ല. നമ്മൾ ഒരു നേരം ആഹാരം എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഒരിക്കൽ ഊണെന്ന് പറയും. അതായത് ഊണെന്ന് വെച്ചാൽ എന്താ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിനെയാണ് ഊണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം എന്തെങ്കിലും കഴിക്കുക. അത് അമ്പലത്തിൽ നിന്നുള്ള പടച്ചോറൊക്കെ കിട്ടില്ലേ, അത് കിട്ടുകയാണെങ്കിൽ അത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും അതിനുള്ള വഴിയില്ലാത്ത കാരണം കൊണ്ട് വീട്ടിലുള്ള ചോറ് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. രാവിലെ ഫുഡൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ലളിതമായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. ഒന്നും പട്ടിണി കിടക്കണം എന്നൊന്നും പറയില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഒരു വ്രതം എടുക്കുമ്പോൾ ഉപവസിക്കുന്നതാണ്, ഉപവാസം എന്ന് പറയില്ലേ, അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഒരു നേരം ആഹാരം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊന്നും കഴിക്കില്ല. ഇളനീരോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഭഗവാന് നേദിച്ചിട്ടുള്ള പാലും പഴവും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ഒഴിവാക്കണം എന്നൊന്നുമില്ല. രാത്രിയാണെങ്കിലും നമുക്ക് ഡിന്നറിന് എന്തെങ്കിലും ലളിതമായിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച്, അരിയാഹാരം കഴിക്കരുത് അങ്ങനെയാണ് പറയുക. ഒട്ടും ആഹാരം ഒഴിവാക്കാൻ പറ്റാത്തവർ, പറ്റുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം ഉപവസിക്കാം. ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം ഒരിക്കൽ ഊണ് കഴിക്കാം. ഇത്രയാണ് ഫുഡിൻ്റെ കാര്യം. നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഞാൻ നാമം ചൊല്ലട്ടെ കേട്ടോ. 108 പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞത് എല്ലാതും ഞാൻ ചെയ്യാറുണ്ട്. നമുക്കെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഞാനിനി പ്രാർത്ഥിക്കട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും പിന്നെ സ്തുതികൾ ചൊല്ലലും പിന്നെന്താ മന്ത്രങ്ങൾ ചൊല്ലലും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ ഈ വിളക്ക് ഇങ്ങനെ കെടാണ്ട് ഞാൻ സൂക്ഷിക്കും. അത് കെടാണ്ട് സൂക്ഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതിങ്ങനെ തിരി താഴ്ത്തി വെച്ചേക്ക്. പിന്നെ ഇനി വൈകുന്നേരമൊക്കെ നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ പോയാൽ മതി കേട്ടോ. എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിക്കോ കേട്ടോ. ഭർത്താവിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നമ്മൾ വ്രതം എടുക്കണതുകൊണ്ട് നമ്മൾ പോയാലും മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. പിന്നെ ഒരു ഭക്ഷണവും നമ്മൾ തലേ ദിവസത്തെയോ പഴകിയ ഭക്ഷണമോ ഇതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ചോറാണെങ്കിലും കറികളാണെങ്കിലും എന്താണെങ്കിലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തലേ ദിവസത്തെയോ പഴകിയതോ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഇനി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഉണ്ടല്ലോ, ഭസ്മം മാത്രമേ തൊടാനായിട്ട് പാടുള്ളൂ കേട്ടോ. അമ്പലത്തിൽ ചെന്നാലും നമ്മൾ ചന്ദനം തൊടാനായിട്ട് പാടില്ല, ഭസ്മം മാത്രമേ തൊടാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ എൻ്റെ മൈക്ക് ഉണ്ടല്ലോ, നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വീണ് കിടന്നിട്ടേ ഇടയ്ക്ക് എന്തോ ഒരു സൗണ്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാണ്ട് പറ്റിയതാണ്. അപ്പം ഞാൻ ഇനി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ.
ഇപ്പം എന്താണെങ്കിലും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഒരു 4:30ക്കൊക്കെ എണീറ്റ് കുളിച്ച് വസ്ത്രമൊക്കെ മാറി വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വിളക്ക് കത്തിക്കണതിൻ്റെ അവിടേക്ക് ആകുമ്പോഴേക്കും തന്നെ മണി 5 കഴിയും. പിന്നെ ഈ പ്രാർത്ഥനയും ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയും മൈക്ക് വീഴുണ്ടോയെന്ന് നോക്കിയതാ ഇത്രയും സമയം എടുത്തത്. വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ അത്രയും സമയമൊന്നും ആവില്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോ എടുത്ത് നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റാൽ മതിയാവും. പക്ഷെ നമുക്ക് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്പീഡ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ 4:30 ആകുമ്പോൾ എണീക്കുന്നത് കേട്ടോ. എനിക്ക് എന്നാലാണ് കുളിച്ച് പിടിച്ചൊക്കെ വരുമ്പോൾ കറക്റ്റ് 5 മണി ആ സമയമൊക്കെ ആവും. 5 മണി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇത്രയും നാമങ്ങളും 108 പ്രാവശ്യം ഇതൊക്കെ ചൊല്ലി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. അത് കാരണം കൊണ്ട് ഞാൻ നേരത്തെ എണീക്കും. പിന്നെ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകണം, സ്കൂളുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ സമയം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെറുത്തേന് കുടിക്കാനേ കുറച്ച് കോഫി ഉണ്ടാക്കട്ടെ. 6 മണിയൊക്കെ ആ ഒരു സമയമാണ് കേട്ടോ. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ സമയം. പിന്നെ ഞാനൊരു കരിക്ക് വാങ്ങിച്ച് ഇന്നലെ വെച്ചിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് നിവേദ്യമായിട്ട് അർപ്പിക്കുകയും ചെയ്യാം. ഭഗവാന് വേണമെങ്കിൽ നിവേദ്യം അർപ്പിക്കാം. വേറെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് അവിലും മലരൂലേ, അത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കാം, എന്ത് വേണമെങ്കിൽ വെക്കാം. അത് വെക്കുന്നത് നമുക്ക് കഴിക്കാനും പറ്റും. നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ അത് രാവിലത്തെ നിവേദ്യം കഴിഞ്ഞാൽ അതെടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് വേണമെങ്കിൽ കഴിക്കാം. പ്രാതലായിട്ട് ലൈറ്റായിട്ട് കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഈ കരിക്കാണ് കുടിക്കുന്നത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് ഞാൻ സെപ്പറേറ്റ് ഇച്ചിരി മാത്രം എനിക്ക് വേണ്ടി മാത്രം ചോറ് വെക്കണം. നമുക്കുള്ളത് വേറെ ഒന്നുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഇറച്ചി മീൻ ഇങ്ങനത്തെ ഒക്കെ അന്നത്തെ ദിവസം ഒഴിവാക്കിക്കോളാം കേട്ടോ. ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. സമയം ഇങ്ങനെ ഓടിച്ചാടി പോവും. നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലല്ലോ സമയം. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. TC പാലയ റോഡിൽ നിന്ന് നമ്മൾ പോലീസ് സ്റ്റേഷൻ പോലെ കെയർപുരം അവിടുത്തെ റോഡിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു നമ്മുടെ പാർക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ശിവൻ്റെ ക്ഷേത്രം വരുന്നത് കേട്ടോ. എക്സാക്റ്റ് വഴിയുടെ പേരൊക്കെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോവും. ഞാൻ വന്ന സമയത്തുണ്ടല്ലോ ഒരു 7:45 സമയത്താണ് ഞാൻ വന്നത്. പക്ഷെ നോക്കിയേ, ഒന്നും ആയിട്ടില്ല ഇവിടെ. ജസ്റ്റ് ഗണപതിയിൽ അവിടെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ലേറ്റാണ്. പക്ഷെ നമുക്ക് ചെല്ലാം, തൊഴുത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കാം. അതിനൊന്നും വിരോധമൊന്നുമില്ല, അതിനൊന്നും മുടക്കൊന്നും വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നവഗ്രഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കണ്ടോ, അവിടെ തൊടയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചേച്ചി വന്നിട്ട് ഇപ്പോൾ തുടച്ചൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ ഇരുന്നു, എനിക്ക് ജപിക്കാമല്ലോ. പിന്നെ ഇവിടെ പുറത്ത് നാഗത്താന്മാരും അങ്ങനത്തെയൊക്കെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന പാലോ മഞ്ഞളോ കുങ്കുമോ എന്താണെങ്കിലും നമുക്കും നമ്മുടെ കൈ കൊണ്ട് നാഗത്താന്മാരുടെ മേത്തും നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തർ മുഴുവൻ ഇത് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് രീതി അറിയാത്ത കാരണം കൊണ്ടേ എനിക്കൊരു ഭയമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് ജപിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ശരത്തേട്ടൻ വാക്കിങ് കഴിഞ്ഞ് പോണ വഴിക്ക് ഞാൻ വണ്ടിമ കയറി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. ഇവിടുത്തെ അമ്പലങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അതിങ്ങനെ നേരത്തെ നമ്മുടെ അവിടുത്തെ പോലെ പുലർച്ചെ എല്ലാം ചെയ്ത് ഭഗവാനെ കുളിപ്പിച്ച് ഒരുക്കി അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എങ്ങനെയായാലും 9 മണിയൊക്കെ ആവും കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. അല്ലാതെ ഒരു ചെറിയ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം അവിടെ ശിവനാണ് മെയിനായിട്ടുള്ള പ്രതിഷ്ഠ. അപ്പം ശിവൻ്റെ കുളിപ്പിച്ച് ഇതൊക്കെ മാലയും ഇതൊക്കെ അണിയിച്ച് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും 9 മണിയാവും കേട്ടോ. അപ്പോഴാണ് അവിടെ ആൾക്കാർ തൊഴാൻ വരുന്ന സമയം അപ്പോഴാണ്. അപ്പം നമ്മൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും അമ്പലമൊക്കെ ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒരു 9 മണിക്കൊക്കെ ആ ഒരു സമയത്താണ് തൊഴാനായിട്ട് അമ്പലങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു പോയത്. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ ശിവന്റെ അഷ്ടോത്തര നാമാവലിയും പിന്നെ ഓം നമ ശിവായും അതുപോലെ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഇരുന്ന് ചൊല്ലാം.
സ്തുതികൾ പാടാം, ഇതെല്ലാം ചെയ്യാം. അപ്പം ഞാൻ ഈ 1 മണിക്കൂർ അവിടെ അതാണ് ചെയ്തത് കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്കതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ 2 പ്രാവശ്യം വീതം എല്ലാം റിപ്പീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അവിടുന്ന് നിവേദ്യം ഇതൊക്കെ ഇപ്പം നമുക്ക് ഈ സമയത്ത് എടുക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇളനീരാണ് കുടിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപവാസമാണ് എടുക്കുന്നത്. അതിപ്പോൾ ആരോഗ്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവരത് ചെയ്യേണ്ട. അസുഖങ്ങളൊന്നും ഉള്ളവർ അത് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഒരിക്കലൂണ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കരിക്കാണ് കുടിക്കുന്നത്. ഞാനിത് ഒന്നിച്ച് കുടിക്കില്ല കേട്ടോ. കുറച്ച് എനിക്ക് ദാഹിക്കുമ്പോൾ ഞാൻ കുറേശ്ശെയാണ് കുടിക്കുന്നത് കേട്ടോ. ഒന്നിച്ച് കുടിക്കുന്നില്ല. കുറച്ച് കുടിക്കും, അവിടെ വയ്ക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി എടുത്ത് കുടിക്കും. അങ്ങനെ. പിന്നെ നമ്മൾ പകലൊന്നും അങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും പാടില്ല. പറ്റാവുന്ന അത്രയും സമയം പ്രാർത്ഥിക്കുക, TV കാണുക, അങ്ങനെ നമ്മളെന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഫണ്ടിന് വേണ്ടിയിട്ട് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കില്ല, അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഇന്നത്തെ ദിവസം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അതുപോലെ ഈ ഫോൺ വിളിച്ച് ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും പറയുക, അങ്ങോട്ട് പരസ്പരം എന്താ പറയുക, വഴക്ക് പിടിക്കുക, ദേഷ്യപ്പെടുക, പിന്നെ അസൂയയും കുശുമ്പും അങ്ങനെ കലർന്നിട്ടുള്ള വർത്താനങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല ഇന്നത്തെ ദിവസം. അതുകൊണ്ട് പരമാവധി തനിച്ച് ഇരുന്ന് നമുക്ക് എന്താ പറയുക, ശിവനെ ഭജിക്കാനുള്ള ഒരു സമയമാണ് കേട്ടോ. ശരിക്കും ഇത് പാർവതി ദേവി ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വ്രതമാണ് കേട്ടോ. അപ്പം നമ്മളും നമ്മുടെ ഭർത്താവിന് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സ് അത്രയും ശുദ്ധമാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വ്രതം എടുക്കാനായിട്ട് കേട്ടോ. മന്ത്ലി വൺസ് എടുത്താൽ മതി. ഇങ്ങനെ ഒരു 12-13 വട്ടം എടുത്താൽ അത്രയും നല്ലത് ഒരു വർഷത്തിൽ. അല്ലെങ്കിൽ എല്ലാ മൺഡേ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും എടുക്കുക. ഇതാണ്. അപ്പം ചിങ്ങമാസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സമയം. ഇത് ചിങ്ങമാസമാണല്ലോ. അപ്പോൾ ഇതുവരെ എടുക്കാത്തവരൊക്കെ ആണെങ്കിൽ ചിങ്ങം ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ പിന്നെ വൃശ്ചിക മാസത്തിൽ, ചിങ്ങമാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അതൊക്കെ ഭയങ്കര വിശേഷപ്പെട്ട സമയമാണ് ഈ ഒരു തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതിന്. അതിങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ചിങ്ങമാസത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ നല്ലത്. എന്നിട്ട് പിന്നെ എല്ലാ മന്തും നമ്മൾ എടുത്ത് തുടങ്ങാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ പൂക്കളം ഇട്ടില്ലല്ലോ എന്നുള്ളത്. അത് മുടക്കാൻ പറ്റില്ലല്ലോ, 10 ദിവസം നമ്മൾ പൂക്കളം ഇടുന്നതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു പൂക്കളം ഇട്ടു കേട്ടോ. ഉച്ചയ്ക്ക് ഒരിക്കലൂണ് കഴിക്കാമെങ്കിലും ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ ഒരു വാട്ടർമെലൻ്റെ എന്തോ ജ്യൂസോ അങ്ങനെ എന്താണ്ടോ കുടിച്ചോളൂ കേട്ടോ. അപ്പോഴേ ഞാൻ എന്താ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കാണ്. അപ്പോൾ ഞാനും തനക്കുട്ടിയും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ വൈകുന്നേരം. അപ്പോൾ പോയി വന്നിട്ട് വേണം നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കെട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം പോയിട്ട് അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് വരാം. അങ്ങനെ അമ്പലത്തിലെത്തി നാമമൊക്കെ ചൊല്ലി. അപ്പോൾ ശിവനെ കണ്ടു. ഒരുക്കിയിട്ട് എനിക്ക് കാലത്ത് ഞാൻ അത് വീഡിയോ എടുത്തില്ല, കണ്ടില്ലായിരുന്നല്ലേ നിങ്ങൾ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞങ്ങളെ കാണിച്ചില്ലല്ലോ. ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ അത് പുറത്തിറങ്ങി ഞങ്ങൾ അവിടെയും തൊഴുതു, നാഗത്താമാരുടെ അവിടെ. എന്നിട്ടൊക്കെ ദീപാരാധന പോലെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ അമ്പലത്തിൽ. പൂജ ഉണ്ടാവും അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന് ഞാൻ എന്താ വിളക്കൊക്കെ വെച്ച് അതേ ആരതി എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നു. നമ്മുടെ വീട്ടിലും വിളക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ കാലത്ത് വെച്ചിട്ടുള്ള പൂവും എല്ലാ കാര്യങ്ങളും എടുത്ത് മാറ്റി, വെള്ളം എടുത്ത് മാറ്റി, പുതിയ വെള്ളം വെച്ചു, പുതിയ പൂക്കൾ വെച്ചു, തിരി, എണ്ണ എല്ലാം ചേഞ്ച് ചെയ്യണം കേട്ടോ. ഒന്നും നമ്മൾ കാലത്ത് കത്തിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ വീണ്ടും കത്തിക്കാനൊന്നും പാടില്ല. എല്ലാം മാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പം വിളക്ക് കത്തിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി കാലത്ത് ചെയ്ത പോലെ തന്നെ ശിവന്റെ സ്തുതികളോ ശിവന്റെ അഷ്ടോത്തര നാമാവലിയോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചൊല്ലാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വൈകുന്നേരം ചെയ്യേണ്ടത്. പിന്നെ ഡിന്നറിന് കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ലളിതമായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ, നോൺ വെജ് കഴിക്കരുത്, അരിയാഹാരം കഴിക്കരുത്. പിന്നെ കഴിക്കാൻ നിർബന്ധമുള്ളവർ കഴിച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ ഇന്ന് പൂർണ്ണ ഉപവാസമായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു കരിക്കിൻ്റെ വെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുടിക്കും. വേറെ ഒന്നും ഞാൻ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ നാമം കൂടിയും ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രങ്ങളും കൂടി ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഒരു ദിവസത്തെ ആ ഒരു എന്താ പറയുക വ്രതം കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ കുളിച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം നാളെ രാവിലെ വരയ്ക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് പൂർണ്ണമായി എടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം അത് എടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്താനോ അങ്ങനെയൊന്നും പാടില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള സമയത്ത് മാത്രം തിങ്കളാഴ്ച വ്രതം എടുക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് മുടക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. കല്യാണം കഴിയാത്തവർക്ക് എടുക്കാം കേട്ടോ. അപ്പം എനിക്കറിയാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഈ രാവിലെ സൂര്യഭഗവാനെ തൊഴുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തേക്കാം. ഇവിടെ നിന്ന് കുറേ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വിളക്ക് വെക്കാൻ ഞാൻ ഇവിടെ നിന്നാണ് പൂ പൊട്ടിക്കുന്നത്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും. എല്ലാ ദിവസവും രാവിലെ വിളക്കൊന്നും വെക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലോ അല്ലെങ്കിൽ ഞാൻ വിളക്ക് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പൂ പൊട്ടിച്ചിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. കുറേ പൂക്കളുണ്ട്. എല്ലാ ദിവസവും എനിക്ക് ചെമ്പരത്തി കിട്ടും കേട്ടോ. നമ്മുടെ ചെമ്പരത്തിയില്ലേ, അത് എല്ലാ കളറും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അപ്പം അത് പൊട്ടിക്കും. നമ്മൾ എത്ര പൂവ് പൊട്ടിക്കുന്നു അത്രയും പൂക്കൾ ഇത് തരും കേട്ടോ. പിന്നെ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ പൊട്ടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ പൂ പൊട്ടിക്കാൻ. റോസപ്പൂവൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വളം കൊടുത്തായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ എന്താ പൊട്ടിച്ച് താഴത്തേക്ക് പോവാണ്. അപ്പോൾ രാവിലെ കുളിച്ച് വൃത്തിയായി ഇതുപോലെ വീണ്ടും വിളക്ക് കത്തിക്കണം. നമ്മൾ എന്ത് കാര്യം എടുക്കുമ്പോഴും അതിനൊരു പൂർണ്ണത കിട്ടണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എന്താണോ സ്റ്റാർട്ട് ചെയ്തത് അത് അവസാനിപ്പിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം അവസാനിപ്പിക്കാനായിട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തത് എന്താ, രാത്രി നമ്മൾ കരിക്കാണ് കുടിച്ചത് കേട്ടോ. അപ്പം എനിക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ ഞാൻ ഇന്നലത്തെ ദിവസം കഴിച്ചിട്ടില്ല എന്ന് കരുതി എനിക്ക് വിശക്കുക, തല ചുറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വിശപ്പ് എന്നുള്ള ഒരു സംഭവമേ തോന്നില്ല കേട്ടോ. നമ്മളത് അത്രയും മനസ്സർപ്പിച്ച് ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമുക്ക് വിശപ്പും തളർച്ചയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും. നമുക്ക് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇപ്പം ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം ചെറിയ വിശപ്പൊക്കെ തോന്നിയേക്കാം നമ്മൾ കഴിക്കുന്ന നേരത്ത് കഴിക്കാണ്ടാവുമ്പോഴേ. പരിചിതമായവർക്ക് അത്രയും പ്രശ്നം കാണില്ല. എന്നാലും കൂടി ഞാൻ പറയാണ്, പൊതുവെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ വിശപ്പോ ദാഹമോ തളർച്ചയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഭഗവാൻ നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും കേട്ടോ, തീർച്ചയായിട്ടും കിട്ടും. മടിയൊന്നും വിചാരിക്കണ്ട. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. ആർക്കാനും വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. ഇഷ്ടമുണ്ടെങ്കിൽ, മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പം ഇനി ഞാൻ വിളക്ക് കത്തിക്കട്ടെ. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, പൂക്കളൊക്കെ മാറ്റിയിട്ടുണ്ട്, വെള്ളം മാറ്റിയിട്ടുണ്ട്, നമ്മുടെ തട്ടിലത്തെ പൂക്കളും ഇതൊക്കെ മാറ്റി പുതിയ കുങ്കുമം ഇതൊക്കെ ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണയും തിരിയെല്ലാം പുതിയതാണ്, വെള്ളം പുതിയതാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതുപോലെ ചന്ദനത്തിരിയും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പഴയതായിട്ടുള്ള ഒന്നും തന്നെ ഇതിനകത്ത് പാടില്ല. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം. നാരായണീ നമോസ്തുതേ. ഞാനിതിൽ എടുത്തു പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഋതുമതികളാകുന്ന കാലം തൊട്ട് നമുക്ക് ഇത് എടുക്കാം കേട്ടോ. അതായത് നമ്മൾ പീരീഡ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള സമയം, പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവർ, അതുപോലെ കല്യാണം കഴിഞ്ഞവർക്കും എടുക്കാം. ഭർത്താക്കന്മാർ മരിച്ചവർ എടുക്കാനായിട്ട് പാടില്ല. അവർക്ക് മറ്റു വ്രതങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വെള്ളമോ എന്താ വെച്ചാൽ കുടിച്ചിട്ട് അത് അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ള നിലയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സാധാരണ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മൾ തിങ്കളാഴ്ച വ്രതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതോടുകൂടി ഇത് കംപ്ലീറ്റ് ആയി. ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേ, കിടന്നുറങ്ങേ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ജോലികൾ ചെയ്യേ, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും എടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം
തിങ്കളാഴ്ച നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഒരു 13 പ്രാവശ്യം ഒരു വർഷത്തിലെടുത്താൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത്രയാണ് എൻ്റെ അറിവിലുള്ള തിങ്കളാഴ്ച വ്രതത്തിൻ്റെ കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കാര്യവും ഞാൻ ചെയ്തു വരുന്ന കാര്യം മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരയ്ക്കും നന്ദി.